മരുഭൂമിയുടെ മണ്ണിനൊരു ഗന്ധമുണ്ട്. അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും സഹാനുഭൂതിയുടെയും സുഗന്ധമാണ്. സൗദി മണലാരണ്യം പുണ്യഭൂമിയാണ്. ഇവിടുത്തെ മണ്ണ് സുഗന്ധം മാത്രമല്ല, മാനവികതയുടെ വിളനിലം കൂടിയാണ്. അതുകൊണ്ടാണ് ജീവിതാനുഭവങ്ങളുടെ കണ്ണീരൊപ്പാൻ കരുണവറ്റാത്ത കൈത്താങ്ങും പുഞ്ചിരിക്കുന്ന വദനവും പ്രവാസത്തിനിടയിലെ നേർക്കാഴ്ചകളായി മാറുന്നത്. പ്രവാസി മലയാളി ഫൗണ്ടേഷൻ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് ചടുലമായ ഇടപെടലുകൾ നടത്തി പ്രവാസി മനസ്സിൽ ഇടം നേടിയ നിസ്വാർത്ഥരായ സ്നേഹക്കൂട്ടായ്മ. ഒരുമയുടെ ചെറിയ കൂട്ടങ്ങൾ ഒരുപാട് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. അതാണ് ലോക ചരിത്രം. ഇതിനെ അന്വർത്ഥമാക്കി സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ പ്രവാസി മലയാളി ഫൗണ്ടേഷൻ പ്രവർത്തകരുണ്ട്. റിയാദിലെ പൊതുസമൂഹത്തിന് പ്രവാസി മലയാളി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ നന്നായി അറിയാം. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ ഫൗണ്ടേഷൻ പ്രവർത്തകർ വർഷങ്ങളായി തുടരുന്ന കാരുണ്യയാത്ര പ്രവാസത്തിനിടയിലെ കാണാക്കാഴ്ചകളുടെ അനുഭവമാണ്. മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിക്കുന്ന സാക്ഷാൽ മൃഗസ്നേഹികൾ. ജീവസന്ധാരണം തേടിയാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മരുക്കാറ്റിൽ അവർ ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നത്. എങ്കിലും മൃഗപരിപാലനത്തിൽ ആനന്ദം കണ്ടെത്തി കൃത്യനിർവഹണം നടത്തുന്നവരാണ് അവർ. കൃഷിയിടങ്ങളിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവരെയും ഇവിടങ്ങളിൽ കാണാം. റിയാദിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും കൊതിയൂറുന്ന ഭക്ഷ്യവിഭവങ്ങൾ നുകരുവാനും അവർക്ക് അവസരമില്ല. അവരും നമ്മുടെ സഹജീവികളാണ്. നഗരഹൃദയത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെ മരുഭൂമിയിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യവിഭവങ്ങളും പല വ്യഞ്ജനങ്ങളും എത്തിക്കുക എന്നത് പ്രവാസി മലയാളി ഫൗണ്ടേഷന്റെ ദൗത്യമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, വടക്കേ ഇന്ത്യ, ബംഗ്ലാദേശ്, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇടയന്മാരാണ് മരുഭൂമിയിൽ ഏറെയും. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ചുരുക്കം ആളുകളെയും കാണാൻ കഴിയും. കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഏതെങ്കിലും ദേശക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഇവരെ ചേർത്ത് പിടിക്കാനും ഇവരോടുള്ള സ്നേഹവും കരുതലും പങ്കുവയ്ക്കാനും പ്രവാസി മലയാളി ഫൗണ്ടേഷൻ എല്ലാ വർഷവും മരുഭൂമിയിൽ നോമ്പുതുറയും സംഘടിപ്പിച്ചിരുന്നു. അതുവഴി അവരുടെ നിഷ്കളങ്കമായ സ്നേഹം ഏറ്റുവാങ്ങാൻ ഫൗണ്ടേഷൻ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റിയാദിലെ മലയാളി സമൂഹവും വ്യാപാര സ്ഥാപനങ്ങളും ഞങ്ങളുമായി സഹകരിക്കുന്നത് ഞങ്ങളുടെ മഹത്വമല്ല, മറിച്ച് ഇടയന്മാരോടുള്ള കരുതലാണ്. തീർച്ചയായും അത് പ്രവാസി മലയാളി ഫൗണ്ടേഷന് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ്. പ്രവാസത്തിന്റെ ചുഴികളിലകപ്പെട്ട് കണ്ണീരിൽ കുതിർന്ന ജീവിതാനുഭവങ്ങളുമായി പടപൊരുതിയ നിരവധി ആളുകൾക്ക് കൈത്താങ്ങാവാനും ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങിയവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ജീവിതവുമായി മല്ലിടുന്നതിനിടെ നിയമലംഘകരാകാൻ വിധിക്കപ്പെട്ടവർ, രോഗം തളർത്തിയവർ, അങ്ങനെ ഒട്ടനവധി സഹജീവികൾ. ഇവരെ ചേർത്ത് പിടിച്ചപ്പോൾ സാന്ത്വനത്തിന്റെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തായി. പലർക്കും ചികിത്സ ലഭ്യമാക്കി. ചിലരെ എംബസി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നാട്ടിലെത്തിച്ചു. മറ്റു ചിലർക്ക് തൊഴിൽ കണ്ടെത്തി നൽകി. അവരുടെ പ്രാർത്ഥനകളും സ്നേഹനിർഭരമായ വാക്കുകളും ഞങ്ങൾക്കെന്നും കൂടുതൽ ഊർജം പകരുന്ന നിമിഷങ്ങളാണ്. അതികഠിനമായ പ്രമേഹത്തെ തുടർന്ന് വാദിതവാസറിൽ ഒറ്റപ്പെട്ട തിരുവല്ല സ്വദേശിയെ റിയാദിൽ കൊണ്ടുവരികയും 3 മാസം പരിചരിക്കുകയും ചെയ്തു. കാലിലെ ഉണങ്ങാത്ത വ്രണം കൃത്യമായ പരിപാലനം വഴി സുഖം പ്രാപിച്ചു. ശുശ്രൂഷകൾക്കും സ്വാന്തനത്തിനും ചുക്കാൻ പിടിച്ച പ്രവാസി മലയാളി ഫൗണ്ടേഷൻ വനിതാ വോളണ്ടിയറും സഫാമക്ക പോളിക്ലിനിക്കിലെ നേഴ്സുമായ സിമി ജോൺസണിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയ നിയമക്കുരുക്കുകൾ ഓരോന്നായി അഴിച്ച് നാട്ടിലെത്തിക്കാനും പ്രവാസി മലയാളി ഫൗണ്ടേഷന് കഴിഞ്ഞു.
റിക്രൂട്ട്മെന്റ് തട്ടിപ്പിനിരയായി റിയാദിലെത്തിയ ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള 25 ചെറുപ്പക്കാർക്ക് സഹായഹസ്തം നീട്ടിയതും പ്രവാസി മലയാളി ഫൗണ്ടേഷനാണ്. ഞങ്ങളുടെ ഉപദേശക സമിതി അംഗം ബഷീർ കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ നിരാലംബരായവർക്ക് സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി സാപ്കോയിൽ നിയമനം നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു. ഇന്ത്യ പെറ്റമ്മയും സൗദി പോറ്റമ്മയുമാണ്. ആഗസ്റ്റ് 15 പ്രവാസഭൂമികയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം വർണ്ണാഭമായ പരിപാടികളോടെ പ്രവാസി മലയാളി ഫൗണ്ടേഷൻ ആഘോഷിച്ചു. അതുപോലെ സൗദി ദേശീയ ദിനമായ സെപ്റ്റംബർ 23 അന്നവും ജീവിതവും നൽകുന്ന നാടിന് രക്തം ദാനം നൽകിയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ലോകത്ത് അപൂർവമായി മാത്രം കാണുന്ന ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട സൗദി ബാലന്റെ ജീവൻ രക്ഷിക്കാൻ ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ സൗദി ഘടകത്തിനൊപ്പം പ്രവാസി മലയാളി ഫൗണ്ടേഷനും കൈകോർത്തു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായിരുന്നു റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള. സൗദിയിൽ ആദ്യമായി എത്തുന്ന മലയാളം പ്രസാധകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ബുക്ക് ബൈയിങ് ചാലഞ്ച് ആദ്യം ഏറ്റെടുത്ത് മാതൃകയാകാനും പ്രവാസി മലയാളി ഫൗണ്ടേഷന് കഴിഞ്ഞു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, പ്രതാപൻ തായാട്ട് എന്നിവർക്ക് സ്നേഹാദരവ് നൽകി. പുസ്തകമേളയിൽ റിയാദിന്റെ അഭിമാനങ്ങളായി മാറിയ എഴുത്തുകാരാണ് ജോസഫ് അതിരങ്കൽ, സബീന എം സാലി, നിഖില സമീർ, ഖമറുന്നീസ വലിയകത്ത് എന്നിവർ. അവരെയും ആദരിക്കാൻ കഴിഞ്ഞത് സാംസ്കാരിക രംഗത്തെ അടയാളപ്പെടുത്തലുകളാണ്. മഹാമാരി വിതച്ച ദുരിതക്കയം ജനങ്ങൾ മറന്നെങ്കിലും ഒരുപാട് പ്രതിസന്ധികളിലാണ് ലോകം. മറക്കാൻ ശ്രമിക്കുന്ന ആ കെട്ടകാലത്തിന്റെ അനന്തരഫലങ്ങൾ അനേകം പ്രവാസികൾക്ക് തിരിച്ചടിയാണ് സമ്മാനിച്ചത്. തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സഹായം അഭ്യർത്ഥിച്ചവർക്ക് മാത്രമല്ല, ആവശ്യമറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ അഗതികളെ ചേർത്ത് പിടിക്കാനും പ്രവാസി മലയാളി ഫൗണ്ടേഷന് കഴിഞ്ഞു. കോട്ടയം സ്നേഹക്കൂട് അഗതി മന്ദിരത്തിൽ ഓണം ആഘോഷിച്ചു. അനാഥ മനസ്സുകൾക്ക് സ്നേഹത്തിന്റെ പുഞ്ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമുണ്ട്. വിഭവസമൃദ്ധമായ ഓണസദ്യയും റിയാദിലെ പ്രവാസിയായിരുന്ന ഗായകൻ അരുൺ സഖറിയ നയിച്ച ഗാനമേളയും അരങ്ങേറി. നമസ്കാരം. ഇത് കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് എന്ന അഭയമന്ദിരമാണ്. ഇവിടെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട 76ഓളം അച്ഛനമ്മമാരാണുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം ഓണം ആഘോഷിക്കാനായിട്ട് പ്രവാസി മലയാളി ഫൗണ്ടേഷനിലെ റിയാദ്, അവിടെ നിന്നും കുറേ ആളുകൾ നമുക്കിവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു ഓണം ഞങ്ങൾക്ക് ശരിക്കും മറക്കാൻ പറ്റാത്ത ഒരു ഓണം തന്നെയായിരുന്നു. നമ്മുടെ അച്ഛനമ്മമാരെല്ലാം ആടിയും പാടിയും സദ്യയുണ്ടും എല്ലാം ഇന്നത്തെ ദിവസം ഈ മലയാളി പ്രവാസി കൂട്ടായ്മയോടൊപ്പം, ഫൗണ്ടേഷനോടൊപ്പം നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു. ഏതൊരു കൂട്ടായ്മയ്ക്കും ജീവനുണ്ടാകുന്നത് ചലിക്കുന്ന നേതൃനിര ഉണ്ടാകുമ്പോഴാണ്. കൃത്യതയുള്ള ലക്ഷ്യം, പ്രതിബദ്ധതയുള്ള ദൗത്യം, സൂക്ഷ്മതയുള്ള പ്രവർത്തനം, ഇവയെല്ലാം പ്രവാസി മലയാളി ഫൗണ്ടേഷന്റെ ഓരോ ചുവടും കരുത്തുറ്റതാകുന്നു. പ്രവാസത്തിന്റെ മൺതരികളുടെ സുഗന്ധം നുകർന്ന് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. കൂടെ സുഗന്ധം പരത്താൻ നിങ്ങളുണ്ടാകുമെന്നറിയാം. കാരുണ്യ വഴിയിൽ നന്മയുടെ കൈത്താങ്ങാകാൻ
ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരുതലും സ്നേഹവും സമ്മാനിക്കുന്ന റിയാദ് പൊതുസമൂഹത്തിന് ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യങ്ങൾ.